നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നായിരുന്നു ചലച്ചിത്ര കോൺക്ലേവ് വേദിയിൽ അടൂർ നടത്തിയ പ്രസംഗം. അടൂരിന്റെ പ്രസംഗത്തിലെ ശരികേട് ആ വേദിയിൽ ചോദ്യം ചെയ്യാൻ ഒരൊറ്റ ശബ്ദമേ ഉയർന്നുള്ളൂ. ആ ശബ്ദം നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പല പാട്ടുകളും പാടിയ ശബ്ദമാണ് ശ്രീമതി പുഷ്പവതി പൊയ്പാടത്ത്. അടൂർ ഹൂ ഇസ് ഷീ എന്ന് ചോദിച്ചപ്പോൾ കേരളം ഒന്നടങ്കമാണ് ആരാണ് പുഷ്പവതി എന്ന് പറഞ്ഞുകൊടുത്തത്. കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ, സംഗീതജ്ഞ, സംഗീത സംവിധായിക, ഗാനരചയിതാവ്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ചുരുക്കി പറയാം, പോരാട്ടത്തിന്റെ മറ്റൊരു പേരാണ് പുഷ്പവതി. സ്വാഗതം. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്ന ന്യൂസ് 3യിലേക്ക്. ഹലോ, നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? എന്നെ കേൾക്കുന്നുണ്ട്. അതെ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് നമുക്ക് ആ വിവാദത്തിന് മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചർച്ച ചെയ്തും ഒക്കെ പോയതാണ്. നമ്മൾ മുന്നോട്ട് എത്തിയിരിക്കുന്നു. പക്ഷേ താങ്കൾ ഉന്നയിച്ച ആ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഇപ്പോഴും താങ്കൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആമുഖമായി പറയാനുള്ളത് ഈ ഞങ്ങളുടെ ന്യൂസ് 3യിലെത്തുമ്പോൾ? എനിക്ക് പറയാനുള്ളത് ഞാൻ അന്ന് തന്നെ അത് പറയുകയാണ് ഉണ്ടായത്. നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ സർക്കാരാണെങ്കിലും ഇതുപോലെ സാംസ്കാരിക നെടുനായകത്വം വഹിക്കുന്ന ആളുകളാണെങ്കിലും അതൊക്കെ ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ ദളിത് സമൂഹം, SC ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള ഒരവസരം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ. അവർക്കതിനുള്ള അവസരത്തിന് എന്താണ് കുറവുള്ളത്? പണമാണല്ലോ. ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണല്ലോ സഹായം ചോദിക്കുന്നുണ്ടാവുക അല്ലേ? സിനിമകൾ പിന്നെ എല്ലാ തരം മനുഷ്യരുടെയും ജീവിതം അഭ്രപാളികളിൽ കാണണ്ടേ? ഒരു SC ST വിഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അവർ ക്യാമറ കണ്ണിൽ കൂടി കാണുന്ന ലോകം എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കാണട്ടെ. മുഖ്യധാരയിലേക്ക് സ്ത്രീകളും പിന്നെ ദളിതരും ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ 1.5 കോടി രൂപ ധനസഹായം നൽകുക എന്നുള്ളത് സിനിമ നിർമ്മിക്കാൻ. അപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന അവിടെ പറഞ്ഞപ്പോൾ അത് അധികാര സ്ഥിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന് തോന്നിയിട്ട് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. അപ്പോൾ തന്നെ പ്രതികരിച്ചത് കൊണ്ടാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എൻ്റെ പ്രതിഷേധം അപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അത് ഇത്തരത്തിൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി തീർന്നത് മീഡിയയുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ്. അതിന് എല്ലാ മീഡിയക്കാരോടും എൻ്റെ നന്ദിയുണ്ട്. കാരണം ഇതൊരു സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പുഷ്പവതി എന്ന് പറയുമ്പോൾ തന്നെ പോരാട്ടം എന്ന് അതിനൊപ്പം നമ്മൾ ചേർത്ത് വെക്കണം. താങ്കളുടെ ആ ഇടപെടൽ, ആ സമയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത് പറഞ്ഞ് അദ്ദേഹം ആ വേദി വിട്ടതിന് ശേഷമാണ് താങ്കളുടെ പ്രതികരണമെങ്കിൽ ഇത്രത്തോളം അത് ശ്രദ്ധ പിടിച്ചു പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യമാണ് താങ്കളെ ഇന്ന് മുന്നോട്ട് നടത്തുന്നതും. എപ്പോഴും ഇങ്ങനെയായിരുന്നു? ചെറുതിലേ മുതൽ ഇങ്ങനെയായിരുന്നു? അല്ല, ഞാൻ കേരളത്തിൻ്റെ പല സാമൂഹിക വിഷയങ്ങളിലും സംഗീതം കൊണ്ട് പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ്. അത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കനയ്യകുമാറിനെ UAPA ചുമത്തി, കള്ളക്കേസിൽ കുടുക്കിയിട്ട് UAPA ചുമത്തിയിട്ട് തിഹാർ ജയിലിൽ അടച്ച് അദ്ദേഹം അവിടുന്ന് ജാമ്യം നേടി JNU ക്യാമ്പസിൽ വന്നിട്ട് വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ. ആ മുദ്രാവാക്യത്തെ ഞാൻ സംഗീതം ചെയ്ത് പാടി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിട്ടുണ്ട്. അത് 2016-ലായിരുന്നു. അതിനുശേഷം
പിന്നെ അതെ, ആസാദി എന്ന ആ ഒരു ഗാനം. ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിൽ വളരെ ഹിംസാത്മകമായിട്ടുള്ള മെസ്സേജുകളൊക്കെ കണ്ട് എൻ്റെ മകള് ഭയപ്പെട്ടുണ്ടായിരുന്നു. അവള് എന്നോട് പോലും ചോദിക്കാതെ ഒരുപാട് മെസ്സേജസ് അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിനു മുമ്പ് ഞാൻ കബീറിൻ്റെ ദോഹകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കമ്പോസ് ചെയ്തുകൊണ്ടാണ് ഒരു സംഗീത സംവിധാന രംഗത്തേക്കും അത് ആലപിക്കുന്ന രീതിയിലേക്ക്. അത് 2004-ലല്ലേ? 2004-ൽ തുടങ്ങിയതാണ്. 2004 അതെ, 2004. അതെ, അത് ഇന്നൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ അല്ല, ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇപ്പോഴാണ് അത് മനുഷ്യർ ഈ ഒരു ഹൂ ഈസ് ഷീ എന്നുള്ള ചോദ്യത്തിൽ അതിനുള്ള മറുപടിയായിട്ട് പലരും എന്നെ ആരാണ് പുഷ്പാവതി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊക്കെ വഴി അത് എത്തിക്കുകയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എൻ്റേതായിട്ട്. ഇപ്പൊ കബീറിന്റെ പാട്ട് അതിൽ ആദ്യത്തെ ഗാനം തന്നെ ഇങ്ങനെയാണ്: അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ, നിങ്ങൾക്കപരിചിതൻ, അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദ ചലനത്തിനു പോലും, കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദ ചലനത്തിന് പോലും, അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ, നിങ്ങൾക്കപരിചിതൻ. ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ ആൽബത്തിലൊരു 9 ഗാനങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായി ഉണ്ടല്ലോ ഞാൻ, പള്ളിയിലില്ല, കഅബയിലില്ല, കൈലാസത്തിലില്ല, ആചാരങ്ങളിലില്ല, ഉത്സവങ്ങളിലും ഞാനില്ല, യോഗാസനത്തിലും ഞാനില്ല, ഉപനയനത്തിലും ഞാനില്ല, ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ, തിരയേണ്ടതില്ല എവിടെയും. അപ്പോൾ നമ്മളൊക്കെ വളരെ സാധാരണപ്പെട്ട മനുഷ്യരാണ്. നമ്മൾക്ക് ഭക്തി എന്നാൽ നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഭക്തി. അതിനപ്പുറം അമ്പലത്തിലും പള്ളിയിലോ കഅബയിലോ കൈലാസത്തിലോ ഒന്നല്ല, നമ്മുടെ ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ എന്നാണ് കബീർ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 14-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഞാൻ 2004 മുതലേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, ദൈവദശകം, അനുകമ്പാദശകം, കുണ്ടലിനി പാട്ട്, ഭദ്രകാളി അഷ്ടകം, നവരത്നമഞ്ജരി, സദാചാരം, ഇങ്ങനെ ഒട്ടനവധി ഗുരുകൃതികൾ. അതുപോലെ പിന്നെ ഗുരുവിൻ്റെ തന്നെ തേവാരപ്പതികം തമിഴിലുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊയ്കയിലപ്പച്ചൻ്റെ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക 2 വംശത്തെ, കാണുന്നീല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അതുതന്നെയാണല്ലോ നമ്മുടെ ചരിത്രം ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോസ്. അതാണ് ഞാൻ പിന്നെ നിയമസഭയിലായാലും ഉയർത്താനുള്ളൊരു കാരണം. തീർച്ചയായിട്ടും.